ഇന്ന് സഭയായ നാം വിശുദ്ധ കുർബാനയെപ്പറ്റി ചിന്തിക്കുകയും പഠിക്കുകയും ധ്യാനിക്കുകയും ചെയ്യുന്ന ദിവസമാണ്. 1ഉം 2ഉം വേദഭാഗങ്ങളും എവൻഗേലിയോൻ ഭാഗവും നാം വായിച്ച് കേട്ടല്ലോ. ഇന്നത്തേക്ക് നിശ്ചയിച്ചിരിക്കുന്ന ശ്ലീഹാ ഭാഗം വായിക്കുവാനായിട്ടാണ് ആഗ്രഹിക്കുന്നത്. അപ്പോസ്തലനായ പൗലോസ് കൊരിന്ത്യർക്ക് എഴുതിയ 1-ാം ലേഖനം 11-ാം അധ്യായം 23 വരെയുള്ള മുതലുള്ള വാക്യങ്ങൾ. 1 Corinthians chapter 11 verses 23 onwards. ഞാൻ കർത്താവിൽ നിന്ന് പ്രാപിക്കുകയും നിങ്ങൾക്ക് ഏൽപ്പിക്കുകയും ചെയ്തെന്തെന്നാൽ, കർത്താവായ യേശുവിനെ കാണിച്ചു കൊടുത്ത രാത്രിയിൽ അവൻ അപ്പമെടുത്ത് സ്തോത്രം ചൊല്ലി നുറുക്കി, ഇത് നിങ്ങൾക്ക് വേണ്ടിയുള്ള എൻ്റെ ശരീരം, എൻ്റെ ഓർമ്മയ്ക്കായി ഇത് ചെയ്യുവീൻ എന്ന് പറഞ്ഞു. അവണ്ണം തന്നെ അത്താഴം കഴിഞ്ഞ ശേഷം അവൻ പാനപാത്രവും എടുത്തു, ഈ പാനപാത്രം എൻ്റെ രക്തത്തിൽ പുതിയ നിയമം ആകുന്നു, ഇത് കുടിക്കുമ്പോഴൊക്കെയും എൻ്റെ ഓർമ്മയ്ക്കായി ചെയ്യുവീൻ എന്ന് പറഞ്ഞു. അങ്ങനെ നിങ്ങൾ ഈ അപ്പം തിന്നുകയും പാനപാത്രം കുടിക്കുകയും ചെയ്യുമ്പോഴൊക്കെയും കർത്താവ് വരുവോളം അവൻ്റെ മരണത്തെ പ്രസ്താവിക്കുന്നു. അതുകൊണ്ട് അയോഗ്യമായി അപ്പം തിന്നുകയോ കർത്താവിൻ്റെ പാനപാത്രം കുടിക്കുകയോ ചെയ്യുന്നവനെല്ലാം കർത്താവിൻ്റെ ശരീരവും രക്തവും സംബന്ധിച്ച് കുറ്റക്കാരനാകും. മനുഷ്യൻ തന്നെത്താൻ ശോധന ചെയ്തിട്ട് വേണം ഈ അപ്പം തിന്നുകയും പാനപാത്രത്തിൽ നിന്ന് കുടിക്കുകയും ചെയ്യുവാൻ. പ്രാർത്ഥിക്കാം. നല്ലവനായ ദൈവമേ, സ്വർഗീയ പരമപിതാവേ, ഈ ഞായറാഴ്ചയുടെ ദിവസം സഭയായി ഞങ്ങൾ നിന്നാൽ സ്ഥാപിക്കപ്പെട്ട കൂദാശയായ ശുദ്ധ കുർബാനയെപ്പറ്റി പഠിക്കുവാനായിട്ട്, അതിൻ്റെ ആഴങ്ങൾ മനസ്സിലാക്കുവാനായിട്ട് ഞങ്ങൾ ഒരു ശ്രമം നടത്തുന്നു. നീ വെളിപ്പെടുത്താതെ, നീ ഞങ്ങൾക്ക് അനുഭവമാക്കി തീർക്കാതെ ഞങ്ങൾക്കൊന്നും മനസ്സിലാകുകയില്ല, അനുഭവിക്കുവാനും സാധിക്കുകയില്ല. അടിയൻ ബലഹീനനാണ്. ഇതിൻ്റെ മക്കളെ ബലപ്പെടുത്തണമേ, പരിശുദ്ധാത്മാവ് നിറയ്ക്കണമേ. ഈ വലിയ രഹസ്യം മനസ്സിലാക്കുവാനായിട്ടുള്ള കൃപ ഞങ്ങൾക്ക് നൽകണമേ. യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ ഞങ്ങൾ അപേക്ഷിക്കുന്നു, ദയോടെ കേൾക്കണമേ. ഇന്നത്തെ പാഠഭാഗങ്ങൾ എല്ലാം നാം ശ്രദ്ധിച്ചാൽ നമുക്കറിയാം, വിശുദ്ധ സംസർഗത്തെപ്പറ്റി, വിശുദ്ധ കുർബാനയെപ്പറ്റിയുള്ളതാണ്. നമുക്ക് ധാരാളം കാര്യങ്ങൾ അറിയാം. വിശുദ്ധ കുർബാനയെപ്പറ്റിയൊക്കെ ഒരു പ്രസംഗത്തിന് മധ്യേ എല്ലാ കാര്യങ്ങളും പറഞ്ഞു തീർക്കുക അസാധ്യമായിട്ടുള്ള കാര്യമാണ്. വിശുദ്ധ കുർബാനയെപ്പറ്റി ധാരാളമായ പുസ്തകങ്ങൾ, തീസിസുകൾ എത്രമാത്രമാണ് എഴുതിയിരിക്കുന്നത്. ഡോക്ടറേറ്റ് PhDക്കുള്ള വിഷയമാണ് യൂക്കറിസ്റ്റ്. 20 മിനിറ്റ് അല്ലെ 15 മിനിറ്റുള്ള ആരാധന മധ്യയുള്ള വചന ധ്യാനത്തിൽ എല്ലാ ആഴങ്ങളിലേക്ക് ചെല്ലുവാനായിട്ട് സാധിക്കുകയില്ല. എന്നാൽ ഇത് ഒരു ബിഗിനിങ് ആണ്. ഇതൊന്ന് പഠിക്കുവാനായിട്ടുള്ള ശ്രമമായി തീരാൻ നമുക്ക് സാധിക്കും. മലങ്കര മാർത്തോമാ സുറിയാനി സഭ എന്നാണ് നമ്മുടെ സഭയുടെ പേര്. മലങ്കര മാർത്തോമാ സുറിയാനി സഭ. പലപ്പോഴും അമേരിക്കയിൽ വന്നതിന് ശേഷം സുറിയാനി മാഞ്ഞുപോയി. എന്നാൽ സുറിയാനി എന്നുള്ള ഒരു പാരമ്പര്യം നമുക്ക് ഉണ്ട്. ഇവിടെ അത് വേണ്ട എന്ന് തീരുമാനിച്ചിരിക്കുകയാണ്. മാർത്തോമാ സഭ ഒരു പൗരസ്ത്യ സഭയുടെ ഭാഗമാണ്. എന്നാൽ നവീകരിക്കപ്പെട്ട പൗരസ്ത്യ സഭയുടെ ഭാഗമായിട്ട് നമുക്ക് കാണാൻ സാധിക്കും. തോമാസ് ശ്ലീഹായാൽ സ്ഥാപിക്കപ്പെട്ട, കർത്താവിൻ്റെ ശിഷ്യനായ തോമാസ് ശ്ലീഹായാൽ സ്ഥാപിക്കപ്പെട്ട AD 52 സ്ഥാപിക്കപ്പെട്ട മലങ്കര സഭയുടെ ഒരു ഭാഗം തന്നെയാണ് മലങ്കര മാർത്തോമാ സുറിയാനി സഭ. അഭിനന്ദ തിയോഡോഷ്യസ് തിരുമേനിയുടെ വാക്കുകൾ, മാർത്തോമാ ചർച്ച് is highly liturgical as far as worship is concerned, and it is highly evangelical as far as the mission of the church is concerned. അതുകൊണ്ട് ലിറ്റർജിയിൽ സഭയുടെ അടിസ്ഥാനമുണ്ട്, അതേസമയം തന്നെ ഇവാഞ്ചലിക്കലായിട്ടുള്ള ഒരു ഔട്ട്ലുക്ക് നവീകരണത്തിലൂടെ നമുക്ക് ലഭിച്ചതായി കാണാൻ സാധിക്കും. അതുകൊണ്ട് മാർത്തോമാ സഭ ഒരു പ്രൊട്ടസ്റ്റൻ്റ് സഭയല്ല എന്ന് നാം ആദ്യം മനസ്സിലാക്കേണ്ടിയിരിക്കുന്നു. ഇറ്റ് ഇസ് ആൻ ഈസ്റ്റേൺ റിഫോം ചർച്ച്. ഒരു പാശ്ചാത്യ സഭയല്ല, പൗരസ്ത്യ സഭയത്രേ. മാർത്തോമാ സഭയിലുള്ള കൂദാശകൾ 7. വിശുദ്ധ മാമോദീസയുടെ ശുശ്രൂഷയുടെ എല്ലാ ഭാഗമായി നിൽക്കുന്ന സ്ഥിരീകരണ ശുശ്രൂഷ. 3-മതുള്ളത് കുമ്പസാരം, വിശുദ്ധ കുർബാന, പട്ടത ശുശ്രൂഷ, വിശുദ്ധ വിവാഹത്തിന് കൂദാശ, രോഗശാന്തിക്കുള്ള അനോയിൻറ്റിങ് ദ സിക്ക് ശുശ്രൂഷ. 7 കൂദാശകൾ സഭയിൽ ഇപ്പോഴും നിലനിൽക്കുന്നു. സാധാരണ നമ്മൾ വീട് കൂദാശയെന്ന് പറയുന്നത്, വീട് കൂദാശയല്ല, ഭവനവാഴുവിൻ്റെ ശുശ്രൂഷ അത്രേ അവിടെ നടക്കുന്നത്.
ഹുദാശ എന്ന വാക്ക് സുറിയാനിയിലുള്ള ഖാദേശ് എന്ന വാക്കിൽ നിന്ന് വന്നിരിക്കുന്നു. ടു മേക്ക് ഹോളി. സാക്രമെൻറ്റ് എന്ന് ഇംഗ്ലീഷിനെ ഈ ഹുദാഷുകൾക്ക് മനസ്സിലാകാനായിട്ട് ഒരു വാക്കുകളുണ്ട്. സാക്രമെൻറ്റ്, ഇത് ഗ്രീക്ക് പദമായ സാക്രമെൻറ്റം. ഒരു റോമ പടയാളി തൻ്റെ എംപററിന് മുൻപാകെ, ചക്രവർത്തിക്ക് മുൻപാകെ അദ്ദേഹത്തോടുള്ള വിധേയത്വത്തിൽ നിന്നെടുക്കുന്ന ഒരു ഓത്ത്, ഒരു പ്രതിജ്ഞയത്രേ ഈ സാക്രമെൻറ്റം. അതിൽ നിന്നാണ് സാക്രമെൻ്റ് എന്ന വാക്ക് വന്നിരിക്കുന്നത്. ടു മേക്ക് സേക്രഡ്. അതുകൊണ്ട് ബാഹ്യമായിട്ടുള്ള, ആന്തരികമായിട്ടുള്ള കൃപയുടെ ബാഹ്യമായിട്ടുള്ള ഒരു അനുഭവമാണ് സാക്രമെൻറ്റ്, കൂദാശകൾ. സാക്രമെൻറ്റ് ഇസ് എ വിസിബിൾ മീൻസ് ഓഫ് എക്സ്പീരിയൻസിങ് ദ ഇൻവിസിബിൾ ഗ്രേസ് ഓഫ് ഗോഡ്. അവർണ്ണനീയമായ ദൈവത്തെ മനസ്സിലാക്കണമെങ്കിൽ മനുഷ്യൻ്റെ ബുദ്ധിയുടെ പരിമിതി കൊണ്ട് സാധിക്കുകയില്ല. ഈ ദൈവത്തെ മനസ്സിലാക്കണമെങ്കിൽ ദൈവം തന്നെത്താനെ ഈ ലോകത്തിൽ വിനയപ്പെട്ട് താഴ്ത്തി ഈ ലോകത്തിൽ ഇൻകാർണേറ്റ് ആയതുകൊണ്ട് തന്നെയാണ് നമുക്ക് ദൈവത്തെ മനസ്സിലാക്കാൻ സാധിച്ചത്. അല്ലെങ്കിൽ ദൈവത്തെ മനസ്സിലാക്കാൻ മനുഷ്യനൊന്നുമല്ല. അതുകൊണ്ട് തന്നെ ഏത് മതത്തിലായിരുന്നാലും അതിൻ്റേതായിട്ടുള്ള സൈൻ ആൻഡ് സിമ്പിൾസ് ഉണ്ട്, ആചാരങ്ങൾ, അടയാളങ്ങൾ ഉണ്ട്. ഈ ആചാരങ്ങളുടെയും അടയാളങ്ങളുടെയും ഏത് മതത്തിലും ദൈവത്തെ മനസ്സിലാക്കാനായിട്ട്, ദൈവത്തിൻ്റെ സ്വീകരിക്കാനായിട്ട്, ആഴങ്ങളിലേക്ക് ചെല്ലുവാനായിട്ട് സാധിക്കുകയുള്ളൂ. അത് ഏത് മതവും നമ്മൾ ആചാരം ഇല്ല എന്ന് പറയുന്ന നാട്ടിലെല്ലാം തന്നെ ആചാരങ്ങളുണ്ട്. ഇല്ലെന്ന് പറയുന്ന ഏത് വിശ്വാസമായിരുന്നാലും തന്നെ അവിടെ അടയാളങ്ങളുണ്ട്. അതില്ലാത്ത ഒന്നും തന്നെയില്ല. അതുകൊണ്ട് ഈ മനുഷ്യനെ ദൈവത്തെ മനസ്സിലാക്കണമെങ്കിൽ ഈ സ്പിരിച്വലായിട്ടുള്ള ട്രൂത്ത്സ് നമുക്ക് കമ്മ്യൂണിക്കേറ്റ് ചെയ്യണമെങ്കിൽ ഇത് സൈൻ ആൻഡ് സിമ്പിൾസിലൂടെ മാത്രമേ നമുക്ക് സാധിക്കുകയുള്ളൂ. ഇതാദിമ സഭയിലുമുണ്ടായിരുന്നു. വേദപുസ്തക അടിസ്ഥാനമായിട്ടുള്ള കാര്യങ്ങൾ തന്നെയാണ് പറയുന്നത്. ഈ സൈൻ ആൻഡ് സിമ്പിൾസ് നമ്മുടെ വിശുദ്ധ കുർബാനയെ നമ്മൾ ഉപയോഗിക്കുമ്പോഴൊക്കെ അതിൻ്റെ അർത്ഥമായിട്ട് ദൈവമേ, ശുശ്രൂഷയിലുണ്ട് വിശുദ്ധ കുർബാന, ഞാൻ എൻ്റെ തലകളെ വണക്കുന്നു. നമ്മൾ എത്ര പേരാണ് തല വണക്കാറുള്ളത്? ശുശ്രൂഷകൻ ധൂപക്കുറ്റി വീശാറുള്ളപ്പോൾ എത്ര പേരാണ് തിരിച്ച് വണങ്ങാറുള്ളത്? ധൂപക്കുറ്റി വീശുമ്പോൾ പറയുന്നത്, നീ വിശുദ്ധനാണ്, ദൈവത്തിൻ്റെ സദൃശ്യം നിൻ്റെ ഉള്ളിലുണ്ട്, യു ആർ ക്രിയേറ്റഡ് ഇൻ ദ ഇമേജ് ഓഫ് ഗോഡ്, ദൈവം നിൻ്റെ ഉള്ളിൽ വസിക്കുന്നു, അതിനെ ഞാൻ വണങ്ങുന്നു, ഐ റെസ്പെക്റ്റ് യു. തിരിച്ച് ആ ഒരു ആദരവാണ് ജനം ശുശ്രൂഷകൻ വണങ്ങുമ്പോൾ ചെയ്യേണ്ടത്. നമ്മൾ എത്ര പേര് വണങ്ങാറുണ്ട്? വിശുദ്ധ കുർബാനയിൽ നമ്മൾ സംബന്ധിക്കുമ്പോൾ എത്ര പേര് നമ്മൾ റെസ്പോണ്ട് ചെയ്യാറുണ്ട്? വിശുദ്ധ കുർബാന ശുശ്രൂഷ, മാർത്തമ ശുശ്രൂഷയിൽ ജനങ്ങളില്ലെങ്കിൽ പട്ടക്കാർക്ക് ഒറ്റയ്ക്ക് നിർവഹിക്കാനായിട്ട് സാധിക്കുകയില്ല. ഒരു റെസ്പോൺസ് ആണുള്ളത്. എല്ലാ പ്രാർത്ഥനയ്ക്കും റെസ്പോൺസ് ആണുള്ളത്. ദൈവമേ നീ പരിശുദ്ധനാകുന്നു. അപ്പോൾ ജനം പറയും, ബലവാനേ നീ പരിശുദ്ധനാകുന്നു. ഇതെല്ലാം റെസ്പോൺസായിട്ട് നമുക്ക് വരേണ്ടത് വളരെ ആവശ്യമാണ്. അതുകൊണ്ട് ഇത് ചെയ്യുവാനായിട്ട് നമുക്ക് സാധിച്ചാൽ മാത്രമേ നമ്മുടെ ലിറ്റർജി വളരെയേറെ അർത്ഥവത്തായി തീരുകയുള്ളൂ. ഈ കൂദാശകളുടെ ചിഹ്നങ്ങളുടെയും അടയാളങ്ങളുടെയും ഒക്കെ മാത്രമേ ദൈവമേ, അവർണ്ണനീയമായ ദൈവത്തെ, ദ ഇൻഫിനിറ്റ് ഗോഡിനെ, ദ ഇൻഡിസ്ക്രൈബിൾ ഗോഡിനെ നമുക്ക് നമ്മുടെ മനസ്സിൽ ഒതുക്കാനായിട്ടും മനസ്സിലാക്കാനായിട്ടും നമുക്ക് സാധിക്കുകയുള്ളൂ. കുരിശ് വരയ്ക്കുമ്പോൾ നമ്മൾ പറയുവാണ്, ദൈവമേ നീ സ്വർഗസ്ഥനായിരുന്നു, ഈ ഭൂമി ഞങ്ങൾക്ക് വേണ്ടി വന്നു, ഇടത്തായാലും ഞങ്ങളെ വലത്ത് ഭാഗത്തേക്കും, ഈ ഇടത്തെന്തോ വലത്ത് ഭാഗത്തെന്തോ നമുക്കറിയില്ല. അതറിയണമെങ്കിൽ വേദപുസ്തകം നമുക്ക് മനസ്സിലാക്കണം. ഇതിനായിട്ടൊക്കെ ഒരു അർത്ഥമുണ്ട്. കുരിശ് വരയ്ക്കുമ്പോൾ 3 വിരൽ വെച്ച് നമ്മൾ സാധാരണ വരയ്ക്കും. തൃത്വത്തെ സൂചിപ്പിക്കുന്നതാണ്. എന്താണ് തൃത്വം എന്ന് നമുക്ക് മനസ്സിലാകാൻ സാധിക്കും. മലങ്കര മാർത്തോമാ സുറിയാനി സഭയുടെ കുർബാനയുടെ ഒരു സെൻട്രൽ ഇവൻ്റാണ് ഈ വിശുദ്ധ കുർബാന. നമ്മൾ ഫോളോ ചെയ്യുന്ന ലിറ്റർജി തക്സ കർത്താവിൻ്റെ സഹോദരൻ എന്ന് വിശ്വസിക്കുന്ന യാക്കോബ് ശ്ലീഹായുടെ തക്സയാണ്. പലപ്പോഴും വിമർശനം നമുക്കുണ്ടാകാറുണ്ട്. നമ്മൾ എഴുതപ്പെട്ട പ്രാർത്ഥനകൾ നമ്മൾ വായിക്കുന്നു, എന്നാൽ എഴുതപ്പെട്ട വേദോസ്തമല്ലേ നമ്മൾ വായിക്കുന്നത്. അതിന് ആർക്കും യാതൊരു കുഴപ്പമില്ല. എഴുതപ്പെട്ട പ്രാർത്ഥനകൾ വായിച്ചു കഴിഞ്ഞാൽ കുഴപ്പമാണ് എന്നൊരു ചിന്ത. വേദപുസ്തകം ഭൂമിയിൽ വരുന്നതിന് മുമ്പേ തന്നെ, അല്ലെങ്കിൽ പുതിയ നിയമം അത് 325 കാലഘട്ടത്തിലാണ് ക്രമീകരിക്കപ്പെട്ടത്. അതിനു മുമ്പേ തന്നെ ഈ ലിറ്റർജിക്കൽ പ്രേയേഴ്സ് സഭയിൽ ഉണ്ടായിരുന്നു. അത് വേദോസ്തവത്തിൽ എടുത്തതാണ് എന്ന് നമുക്കറിയാം. വേദോസ്തവം വായിക്കുമ്പോൾ ഏവെങ്കിലും ഭാഗം എന്ന് വായിച്ചപ്പോൾ, ഇന്നത്തെ ശ്ലീഹ ഭാഗം നമ്മൾ വായിച്ചപ്പോഴൊക്കെ അറിയാം, ദ ബൈബിൾ വാസ് ഫോംഡ് ഓൺ ദ ബേസിസ് ഓഫ് ദ കമ്മ്യൂണിറ്റി. ദ ലിറ്റർജി വാസ് ഫോംഡ് ഏർലിയർ ദാൻ ദ ബൈബിൾ. ഇതാർക്കും നിഷേധിക്കാനായിട്ട് സാധിക്കുകയില്ല.
ഓരോ ദൈവശാസ്ത്രജ്ഞനും നിഷേധിക്കാനായിട്ട് നമുക്ക് സാധിക്കില്ല. ലിറ്റർജി അത് ഈ ജനത്തിൻ്റേതാണ്, ആരാധന സമൂഹം ക്രമീകരിച്ച ഇതാണ്. കുർബാന എന്ന അരാമ്യ ഭാഷയുടെ അർത്ഥം ഓഫറിങ് എന്നാണ്, യാഗമായിട്ട് സമർപ്പിക്കുക. കുർബാന ഇത് ഒരു ഓർമ്മയാണ്. ദൈവമേ, നിൻ്റെ പുത്രനെ ഈ ലോകത്തിൽ മനുഷ്യരാശി രക്ഷയ്ക്കായിട്ട് നീ ഓഫർ ചെയ്തു. യു ഓഫേർഡ് യുവർ സൺ ഫോർ ദ സാൽവേഷൻ ഓഫ് ദ ഹോൾ ക്രിയേറ്റഡ് ഓർഡർ. കുർബാന അതേസമയം തന്നെ ഒരു സമർപ്പണമാണ്. ദൈവമേ, നീ നിൻ്റെ പുത്രനെ ഈ ലോകത്തിൽ എനിക്ക് വേണ്ടി യാഗമായിട്ട് അർപ്പിച്ചതുപോലെ ഞാൻ എന്നെ തന്നെയും നിനക്ക് വേണ്ടി യാഗമായിട്ട് അർപ്പിക്കുന്നു. ഈ രണ്ട് ആശയങ്ങളില്ലാതെ വിശുദ്ധ കുർബാന പൂർണ്ണതയിലേക്ക് എത്തുവാനായിട്ട് സാധിക്കുകയില്ല. അതുകൊണ്ട് ഇത് രണ്ടും നമുക്ക് ആവശ്യമാണ് എന്ന് നമ്മൾ മനസ്സിലാക്കണം. വിശുദ്ധ മാമോദീസായെയും വിശുദ്ധ കുർബാനയും ഡൊമിനിക്കൽ സാക്രമെന്റ്സ് എന്നാണ് പറയുന്നത്. കർത്താവിനാൽ സ്ഥാപിക്കപ്പെട്ട കുദാശകൾ, ഡൊമിനോസ് ദ ലോർഡ് വൺ ഇൻസ്റ്റിറ്റ്യൂട്ടഡ് ബൈ ദ ലോർഡ്. ഇതിൻ്റെ വേദപുസ്തകം അടിസ്ഥാനം നമ്മൾ നോക്കുമ്പോൾ നമുക്ക് ധാരാളമായി കാണാൻ സാധിക്കും. ഏറ്റവും പുരാതനമായിട്ടുള്ള വിശുദ്ധ കുർബാനയെ പറ്റിയുള്ള ഒരു ഭാഗമാണ് 1 കൊരിന്ത്യർ 11:23 മുതൽ 29 വരെയുള്ള ഭാഗങ്ങൾ ഞാൻ വായിച്ചത്. അപ്പോസ്തലനായ പൗലോസ് എഴുതുന്നത് ഉയർത്തെഴുന്നേറ്റ കർത്താവിൻ്റെ ഉയർത്തെഴുന്നേൽപ്പിന് 20 വർഷം ശേഷം എഴുതപ്പെട്ടതാണ് 1 കൊരിന്ത്യർ 11. അതുകൊണ്ട് കർത്താവ് സ്ഥാപിച്ചത്, കർത്താവ് ചെയ്തത് ജീവിച്ചിരുന്നവരുണ്ടായ കാലഘട്ടത്തിലാണ് 1 കൊരിന്ത്യർ 11 എഴുതിയത്, 1 കൊരിന്ത്യർ ലേഖനം എഴുതിയത് എന്ന് നമുക്ക് മനസ്സിലാക്കാനായിട്ട് നമുക്ക് സാധിക്കും. അതുകൊണ്ട് പല ആശയങ്ങൾ 1 കൊരിന്ത്യരിൽ നമുക്ക് ഉണ്ട്. 1 കൊരിന്ത്യർ 11:23-29 വരെ ഇറ്റ് ഇസ് എ കപ്പ് ഓഫ് താങ്ക്സ് ഗിവിങ്, ഇത് സ്തോത്രത്തിൻ്റെ യാഗമാണ് എന്ന് 10-ാം അധ്യായത്തിൻ്റെ 16-17 പറയുന്നു. ഇത് കർത്താവിൻ്റെ ഈ അപ്പം കർത്താവിന് തിരുശരീരം അത്രയെന്ന് 10-16-17 പറയുന്നു. അതിൻ്റെ വിശുദ്ധീകരണമാണ് പിന്നെ 11:23 മുതൽ 29 വരെ. ഞാൻ കർത്താവിൽ നിന്ന് പ്രാപിക്കുകയും പൗലോസിനും പാരമ്പര്യമായിട്ട് കിട്ടിയതായിട്ടൊരു കാര്യത്തെ പറ്റിയാണ് പറയുന്നത്. സമവീക്ഷണ സുവിശേഷങ്ങൾ നമ്മൾ നോക്കുമ്പോൾ വിശുദ്ധ മത്തായിയുടെ സുവിശേഷം 26-ാം അധ്യായം 19 മുതൽ 30 വരെയുള്ള വാക്യത്തിൽ കാണാൻ സാധിക്കും. അവിടെ പറയുന്നത് 28-ാം വാക്യത്തിൽ പറയുന്നത്, അനേകർക്ക് വേണ്ടി പാപമോചനത്തിനായി ചൊരിയുന്ന പുതിയ നിയമത്തിലുള്ള എൻ്റെ രക്തം. കർത്താവ് ഒരു പുതിയ ഉടമ്പടി, പുതിയ നിയമം അന്ന് സ്ഥാപിക്കുകയായിരുന്നു. ഇസ്രായേൽ മക്കൾ രാവിലെയും വൈകിട്ടും യാഗം അർപ്പിക്കുകയായിരുന്നു. രാവിലെ എഴുന്നേൽക്കുമ്പോൾ കർത്താവെ ഇന്നേ ദിവസം നിന്റെ കൃപ നൽകണമേ എന്ന് രാവിലത്തെ യാഗം, രാത്രിയിൽ കിടക്കുന്നതിന് മുമ്പേ സന്ധ്യായാഗം, ഈ യാഗമൊക്കെ ഒഴിവായി ഒരു പുതിയ നിയമം കർത്താവ് തൻ്റെ രക്തത്താൽ സ്ഥാപിക്കുകയാണ്. കർത്താവ് തന്നെ യാഗമായി സമർപ്പിക്കപ്പെട്ട ഒരു അനുഭവമാണ്. വിശുദ്ധ മർക്കോസിൻ്റെ സുവിശേഷം 14-ാം അധ്യായം, സുവിശേഷങ്ങൾ ആദ്യം എഴുതപ്പെട്ടത് വിശുദ്ധ മർക്കോസാണല്ലോ. 14-16 മുതൽ 26 വരെയുള്ള വാക്യങ്ങൾ കാണാൻ സാധിക്കും. വിശുദ്ധ ലൂക്കോസിൻ്റെ സുവിശേഷം 22-13 മുതൽ 20 വരെ ഉള്ള വാക്യങ്ങൾ കാണാൻ സാധിക്കും. 19-ാമത്തെ വാക്യത്തിൽ പറയുന്നത്, ദിസ് ഈസ് മൈ ബോഡി ഗിവൻ ഫോർ യു, ഡു ദിസ് എന്ന്. ഇതെൻ്റെ ശരീരം. വിശുദ്ധ കുർബാനയിൽ ഉപയോഗിക്കുന്ന അതേ, നമ്മുടെ ലിറ്റർജിയിൽ ഉപയോഗിക്കുന്ന, തക്സായിൽ ഉപയോഗിക്കുന്ന അതേ വാക്കുകളാണ്. ദിസ് ഈസ് മൈ ബോഡി ഗിവൻ ഫോർ യു, ഡു ദിസ് ഇതെൻ്റെ ഓർമ്മയ്ക്കായി, ഇതൊരു ഓർമ്മയാണ്. 20-ാമത്തെ വാക്യത്തിൽ പറയുന്നത്, ദിസ് കപ്പ് ഇസ് എ ന്യൂ കവനന്റ് ഇൻ മൈ ബ്ലഡ് poured out for you. പിന്നെയും അവിടെ പറയുന്നത് ഇത് പുതിയ നിയമത്തിൻ്റെ ഒരു ഉടമ്പടിയാണ്, ഇത് നിങ്ങൾക്കായി നൽകിയിരിക്കുന്നു. അപ്പോസ്തല പ്രവർത്തികൾ നമ്മൾ വായിക്കുമ്പോൾ സഭയുടെ ചരിത്രമാണല്ലോ അപ്പോസ്തല പ്രവർത്തികളിൽ കാണുന്നത്. അപ്പോസ്തല പ്രവർത്തികൾ 2-ാം അധ്യായത്തിൽ 42 മുതലുള്ള വാക്യങ്ങൾ നമ്മൾ വായിക്കുമ്പോൾ സഭയുടെ ചരിത്രം നമുക്ക് അവിടെ കാണുവാനായിട്ട് നമുക്ക് സാധിക്കും. അവിടെ വളരെ വ്യക്തമായിട്ട് 42-ാമത്തെ വാക്യത്തിൽ പറയുന്നത്, അവർ അപ്പോസ്തലന്മാരുടെ ഉപദേശം കേട്ടും കൂട്ടായ്മ ആചരിച്ചും അപ്പം നുറുക്കിയും പ്രാർത്ഥന കഴിച്ചും പോന്നു. ആദിമസഭയിലെ വിശ്വാസികൾ കൂടിയപ്പോൾ അവർക്ക് അപ്പം നുറുക്കൽ ശുശ്രൂഷ അവരുടെ ഏറ്റവും വലിയ ക്ലൈമാക്സ് ആയിരുന്നു. പലപ്പോഴും നമ്മൾ ആദിമ നൂറ്റാണ്ടിൽ അനുഭവം തരണമേ എന്ന് പറയും. ഇപ്പോഴത്തെ നമുക്ക് വിശുദ്ധ കുർബാന വേണ്ട എന്ന രീതിയിൽ വരുന്ന ഒരു സാഹചര്യമാണ് കാണുന്നത്. മാതാപിതാക്കളെ, കുഞ്ഞുങ്ങൾ പല ആശയങ്ങൾ കേൾക്കും. ഇവരെ പഠിപ്പിക്കുകയും ഉപദേശിക്കുകയും ചെയ്യേണ്ടത് നമ്മുടെ ചുമതലയാണ്. അവരെവിടുന്നോ കേട്ടോ എന്തോ ഒക്കെ കന്ന് പറയും, കുർബാന വേണ്ട, ചാട്ടലും തുള്ളലും മതി, അതൊരു ബാക്കി വരെ നല്ലതാണ്, പ്രൈസ് ആൻഡ് വർഷിപ്പ്. വിശുദ്ധ കുർബാന ഇല്ലാത്തത് ആരാധന പാഴും ശൂന്യവുമാണ് എന്ന് മനസ്സിലാക്കണം. ആദിമ നൂറ്റാണ്ടിലെ അനുഭവം നമ്മൾ ആഗ്രഹിക്കുന്നുവെങ്കിൽ
ആദിമ നൂറ്റാണ്ടിലെ ശുശ്രൂഷയുടെ ഭാഗമാണ് അപ്പോസ്തല പ്രവർത്തികൾ 2-ാമത്തെ അധ്യായത്തിൽ അവിടെ കൊടുത്തിരിക്കുന്നത്. അവിടെയും ഒരു സ്ട്രക്ചർ ഉണ്ടായിരുന്നു. സ്ട്രക്ചർ ഇല്ലാത്ത ശുശ്രൂഷ എവിടെയാ ഉള്ളത്? എന്താണ് അവിടെ പറയുന്നത്? അവർ അപ്പോസ്തലന്മാരുടെ ഉപദേശം കേട്ടു, ആദ്യ ഉപദേശം കേട്ടു. പിന്നെ പറയുന്നത് എന്താ? കൂട്ടായ്മ ആചരിച്ചു. പിന്നെന്താണ് പറയുന്നത്? അപ്പം നുറുക്കി. പിന്നെ പറയുന്നത് എന്താണ്? പ്രാർത്ഥന കഴിച്ചും പോകുന്നു. ഇതിനകത്തൊരു സ്ട്രക്ചറില്ലേ? സ്ട്രക്ചർലെസ് എന്താണുള്ളത്? വായി വരുന്നത് പാടുകയൊന്നുമല്ല ചെയ്തത്. അവിടെയും ഒരു ക്രമമുണ്ടായിരുന്നു. യഹൂദ മതത്തിൽ നിന്ന് ലഭിച്ചിരിക്കുന്ന ആരാധനയുടെ ക്രമം അവർ ചിട്ടയോടെ പാലിച്ചിരുന്നു. അതിന് യാതൊരു സംശയവുമില്ല. അപ്പം നുറുക്കൽ ശുശ്രൂഷ അവരുടെ ആരാധനയുടെ കേന്ദ്രമായിരുന്നു. ഇറ്റ് വാസ് ദ ക്ലൈമാക്സ് ഓഫ് ദി ഫസ്റ്റ് ചർച്ച്, ദി ഏർലി ചർച്ച്. വിശുദ്ധ കുർബാനയെ പല പേരുകളാണ് നാം അറിയപ്പെടുന്നത്. ഹോളി കമ്മ്യൂണിയൻ, ഗ്രീക്ക് വേർഡായ കൊയിനോണിയ, ഫെലോഷിപ്പിൽ നിന്ന് അത് വന്നിരിക്കുന്നു. ലോർഡ് സപ്പർ, ഇത് കർത്താവിൻ്റെ അന്ത്യത്താഴത്തിൽ ഇത് സ്ഥാപിച്ചതാണ് എന്ന് സമവീക്ഷണ സുവിശേഷങ്ങൾ വായിക്കുമ്പോൾ നമ്മളത് വിശ്വസിക്കുന്നു. ഇറ്റ്സ് എ ലോർഡ്സ് ടേബിൾ. ബ്രേക്കിംഗ് ഓഫ് ദ ബ്രെഡ്, അതാണ് അപ്പോസ്തല പ്രവർത്തികൾ 2 നമ്മൾ കാണുന്നത്. ഇതൊരു യൂക്കറിസ്റ്റിക് സർവീസ്. യൂക്കറിസ്റ്റ് എന്ന ഗ്രീക്ക് പദം പൗരസ്ത്യ സഭ പലപ്പോഴും ഉപയോഗിക്കാറുണ്ട്. ഗ്രീക്ക് ചർച്ചസിലൊക്കെ ഉപയോഗിക്കുന്നത്, ബൈസാൻറ്റൈൻ ചർച്ചസിൽ ഉപയോഗിക്കുന്നത് യൂക്കറിസ്റ്റ് എന്നാണ്. ഇറ്റ് ഈസ് എ ടൈം ടു ഗിവ് താങ്ക്സ് ടു ദ ലോർഡ്. നന്ദി കരയറ്റുന്ന ശുശ്രൂഷയാണ്. കത്തോലിക്ക സഭയിൽ ഇത് മാസ് എന്ന് പറയുന്നു. എല്ലാം വിവരിക്കുവാനായിട്ടുള്ള സമയം ഇവിടെയില്ല. മാർത്തോമാ സഭ പൗരസ്ത്യ സഭയുടെ ഭാഗമാണ് എന്ന് നമ്മൾ പറഞ്ഞല്ലോ. അതുകൊണ്ട് തന്നെ വിശുദ്ധ കുർബാനയിൽ എന്താണ് തീരുന്നത് എന്ന് പൗരസ്ത്യ സഭ ഒരിക്കലും ഒരു വ്യാഖ്യാനം നൽകുന്നില്ല. വെസ്റ്റേൺ ചർച്ചസ് ട്രാൻസബ്സ്റ്റാൻസിയേഷൻ, കോൺസബ്സ്റ്റാൻസിയേഷൻ, പാർട്ടിസിപ്പേഷൻ എല്ലാം പറയുന്നു. പൗരസ്ത്യ സഭ ഒറ്റ കാര്യമേ പറയത്തുള്ളൂ: മിസ്റ്ററി. ഇതൊരു രഹസ്യമാണ്. റോസോ എന്ന സുറിയാനി വാക്കിൽ നിന്ന് വന്നിരിക്കുന്നു. മിസ്റ്ററി, രഹസ്യമാണ്. ഇത് വിശ്വാസിയും കർത്താവും തമ്മിലുള്ള ആഴമായ ബന്ധത്തെ അവർണ്ണനീയമാണ്. ഇറ്റ് ഈസ് ഇൻഡിസ്ക്രൈബിൾ ബിയോണ്ട് വേർഡ്സ്. ലോകത്തിൽ എല്ലാ കാര്യവും വിവരിക്കാൻ നമുക്ക് സാധിക്കുമോ? എന്താണ് സ്നേഹമെന്ന് ഡെഫിനേഷൻ എഴുതി കൊടുക്കാൻ നമുക്ക് സാധിക്കുമോ? ഒരിക്കലും സാധിക്കുകയില്ല. അമ്മയുടെ സ്നേഹം എന്താണ്? ചില കാര്യങ്ങൾ പറയാം, അമ്മ എന്തെല്ലാം ചെയ്തു എന്ന് പറയാം. A mother's love cannot be described. It cannot be explained. ഇത് അനുഭവിച്ചാൽ മാത്രമേ തീരൂ. ഹസ്ബൻഡ് ആൻഡ് വൈഫ് റിലേഷൻഷിപ്പിൽ ആ ഊഷ്മളത, ആ സ്നേഹം, അത് അനുഭവിച്ച് മാത്രമേ അറിയാനായിട്ട് സാധിക്കുകയുള്ളൂ. അതുകൊണ്ട് തന്നെയാണ് പൗരസ്ത്യ സഭ ഇതിനെ രഹസ്യം എന്ന് പറഞ്ഞത്. ഇത് വിശ്വാസിയും കർത്താവും തമ്മിലുള്ള ഒരു രഹസ്യ ബന്ധമാണ്. ആഴമായിട്ടുള്ള രഹസ്യം എന്ന് പറഞ്ഞാൽ ആരും അറിയാത്ത ബന്ധമൊന്നുമല്ല. ഇതിനെ വിവരിക്കുവാനായിട്ട്, വർണ്ണിക്കുവാനായിട്ട് വാക്കുകൾക്കപ്പുറമാണ് ഇത് എന്ന് പറയുകയാണ്. അതുകൊണ്ട് ഇത് ദൈവവുമായിട്ടുള്ള സംസർഗത്തിലായി തീരുവാൻ, കമ്മ്യൂണിയനിലായി തീരുവാനായിട്ടുള്ള ഒരു കാര്യമാണ്. 4 കാര്യങ്ങൾ ചുരുക്കമായിട്ട് ഇതിനെപ്പറ്റി ചിന്തിക്കുവാനായിട്ട് ആഗ്രഹിക്കുന്നു. ഫസ്റ്റ്, ഇറ്റ് ഈസ് ടു റിമെമ്പർ. റിമെമ്പർ. കർത്താവ് പറഞ്ഞു, ദിസ് ഈസ് മൈ ബോഡി ഗിവൻ ഫോർ യു, ഡു ദിസ് ഇൻ റിമെമ്പറൻസ് ഓഫ് മീ. ഇതെൻ്റെ ഓർമ്മയ്ക്കായി ചെയ്യാൻ, കർത്താവിൻ്റെ ഓർമ്മയ്ക്കായി ചെയ്യാനായിട്ടാണ് പറഞ്ഞിരിക്കുന്നത്. ലൂക്കോസിന് സുവിശേഷം 22:19 ഡു ദിസ് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. നിങ്ങൾക്ക് വേണമെങ്കിൽ ചെയ്യാമെന്നല്ല. ഇഫ് യു വാണ്ട് യു ക്യാൻ ഡു ദിസ് എന്നല്ല പറഞ്ഞു. ഡു ദിസ്, ഇതെൻ്റെ ഓർമ്മയ്ക്കായി ചെയ്യുവീൻ. വിശുദ്ധ കുർബാന അനുഷ്ഠിക്കുവാനായിട്ട്, അത് പങ്കുചെല്ലുവാനായിട്ട് നമ്മൾ ബാധ്യസ്ഥരാണ്. റീ എന്ന വാക്കൻ മെമ്പർ, വൺസ് അഗെയിൻ യു ബിക്കം എ മെമ്പർ. ക്രൈസ്റ്റ് ബിക്കംസ് എ മെമ്പർ ഓഫ് ദ ഹൗസ്. കർത്താവിൻ്റെ തിരുശരീരവും തിരുരക്തവും നമ്മൾ പാനം ചെയ്യുമ്പോൾ വി എക്സ്പീരിയൻസ് ഹിസ് പ്രസൻസ്, വി റിമെമ്പർ, ഹി ബിക്കംസ് എ പാർട്ട് ഓഫ് us വൺസ് അഗെയിൻ. ഈ ആരാധന മധ്യേ കർത്താവിൻ്റെ സാന്നിധ്യം അനുഭവിക്കാനായിട്ട് നമുക്ക് സാധിക്കും. കുറച്ച് നാളുകൾ മുമ്പേ ഞാൻ ഭുവനേശ്വറിലായിരുന്ന സമയത്ത് എൻ്റെ ഗ്രാൻഡ് മദർ 97 വർഷം ലോകത്തിൽ ജീവിച്ചു, ലോകത്തിൽ നിന്ന് കടന്നുപോയി. എന്നാൽ അമ്മച്ചി 80 വയസ്സ് തൊട്ട് കിടക്കയിലായിരുന്നു. ഇങ്ങോട്ട് ദീർഘനാൾ ലേറ്റ് 78 തോന്നുന്നു, 78 വയസ്സ് തൊട്ട് ഒരേ കിടക്കയിലാണ്. ദീർഘകാലം അവിടെ കിടക്കേൽക്കണം. ഭുവനേശ്വരിൽ നിന്ന് അമ്മച്ചിയുടെ മരണസമയം ഞാൻ നാട്ടിൽ വന്നു തിരിച്ചു പോയി. പുതുകുളത്ത് വന്നു ട്രാൻസ്ഫറായിട്ട് വീട്ടിൽ വരുമ്പോൾ ഒരു ശൂന്യത. അമ്മച്ചിയുടെ കട്ടിലെ നോക്കുമ്പോൾ അതൊന്നും കാണാൻ സാധിക്കുകയില്ല. എന്നാൽ ഞങ്ങൾ അവിടെ ഇരുന്ന് അമ്മച്ചിയുടെ കട്ടിലേ കിടന്നുള്ള ഈ ബാൽക്കണി ഇങ്ങനെ ആരാ വരുന്നത് നോക്കി ഉള്ള സംസാരങ്ങളും കാര്യങ്ങളും പഴയ കാര്യങ്ങളുമൊക്കെ ഞങ്ങൾ
സംസാരിച്ചുകൊണ്ടിരുന്നപ്പോൾ അമ്മച്ചി ഞങ്ങളുടെ മധ്യേ ഉണ്ട് എന്നൊരു തോന്നൽ ഞങ്ങൾക്കുണ്ടായി. ഷീ ബിക്കെയിം എ പാർട്ട് ഓഫ് us വൺസ് അഗെയിൻ. വിശുദ്ധ കുർബാനയിലും അത് തന്നെയാണ്. റിമെമ്പറിങ് ക്രൈസ്റ്റ് ബിക്കംസ് എ പാർട്ട് ഓഫ് യു വൺസ് അഗെയിൻ. അതുകൊണ്ട് കർത്താവായ യേശു ക്രിസ്തുവിനോട് പറയുക, ഇൻവൈറ്റിംഗ് ക്രൈസ്റ്റ് വൺസ് അഗെയിൻ ആസ് എ മെമ്പർ ഇൻ യുവർ ലൈഫ്. വി റിമെമ്പർ യു ലോർഡ്, വി വാണ്ട് യു ടു ബി എ പാർട്ട് ഓഫ് മൈ ലൈഫ് എന്ന് അവിടെ പറയുകയാണ് നാം ചെയ്യുന്നത്. രണ്ടാമത് റിപ്പൻറ്റ്. റിമെമ്പർ, രണ്ടാമത് റിപ്പൻറ്റ്. വളരെ വ്യക്തമായിട്ട് കൊരിന്ത്യർ ലേഖനത്തിൽ പറയുന്നതാണ്, the man ought to examine himself or he brings judgment on himself. തന്നെത്താൻ ശോധന ചെയ്തിട്ട് വേണം ഈ വിശുദ്ധ കുർബാനയിൽ പങ്കെടുക്കുവാൻ. ലാഘവത്തോടെയല്ല, പ്രാർത്ഥനാപൂർവമായിട്ട് വന്ന്, വിനയത്തോടെ വന്ന്, തകർന്ന ഹൃദയത്തോടെ വന്ന്, അനുതാപത്തോടെ വന്ന് ഈ വിശുദ്ധ കുർബാനയിൽ പങ്കെടുക്കുവാൻ നമുക്ക് സാധിക്കും. നമുക്ക് അനുതാപമുണ്ടോ? നാം ചിന്തിക്കേണ്ടിയിരിക്കുന്നു. ഒരു ശുദ്ധീകരണം നമുക്കുണ്ടോ എന്ന് നാം ചിന്തിക്കേണ്ടിയിരിക്കുന്നു. ശോധന ചെയ്യാതെ വന്നാൽ, അതുകൊണ്ട് തന്നെയാണ് വിശുദ്ധ കുർബാനയിൽ മുമ്പേ നമ്മൾ കയ്യസൂരിയുള്ളത്. ഒരു അനുരഞ്ജനത്തിൻ്റെ അനുഭവം, അനുരഞ്ജനമില്ലാതെ, റിക്കൺസിലേഷൻ ഇല്ലാതെ ഈ വിശുദ്ധ കുർബാന കൈക്കൊണ്ടത് കൊണ്ട് ഒരു ഫലവുമില്ല. കർത്താവ് പറഞ്ഞു, നീ യാഗപീഠത്തിൽ സമർപ്പിക്കുവാനായിട്ട് വരുമ്പോൾ നിന്റെ സഹോദരനുമായിട്ട് നിനക്ക് ഇടർച്ചയുണ്ടെങ്കിൽ പോയി അനുരഞ്ജനപ്പെട്ടിട്ട് വന്നിട്ട് മതി ഇങ്ങോട്ട് വരാൻ. ഇത് ജീവിതത്തിൽ പ്രാവർത്തികമാക്കുവാനായിട്ട് നമുക്ക് സാധിക്കണം. ഇതൊരു മാജിക്കൽ എലമെൻ്റ് ഇല്ല, എന്നാൽ ഇതിലുണ്ട്. എന്നാൽ ചില കാര്യങ്ങൾ കർത്താവ് പറയുന്നു, ഇത് ചെയ്യണം. ചെയ്താൽ മാത്രമേ നിനക്ക് ഈ വിശുദ്ധ കുർബാന നിനക്ക് എഫക്റ്റീവായി തീരുകയുള്ളൂ. ഇത് നിന്നെ ആത്മാവിനെയും ശരീരത്തിനെയും സൗഖ്യപ്പെടുത്തുകയുള്ളൂ. അതുകൊണ്ട് വിനയത്തോടെ, തകർന്ന ഹൃദയത്തോടെ, അനുരഞ്ജനം അവരോടും ആവശ്യമാണെങ്കിൽ അനുരഞ്ജനപ്പെട്ടിട്ട് മാത്രം വന്ന് വിശുദ്ധ കുർബാന സ്വീകരിക്കാവൂ എന്ന് ഒന്ന്. സോ റിപ്പൻറ്റ്. മൂന്നാമെന്ന് പറഞ്ഞത് റീലിവ്. വി ആർ, വിശുദ്ധ കുർബാന തുടങ്ങും മുതൽ അവസാനം വരെ വി ആർ റീലിവിങ് ദ ബർത്ത്. കർത്താവിൻ്റെ ജനനം, കർത്താവിൻ്റെ പരസ്യ ശുശ്രൂഷ, കർത്താവിൻ്റെ ക്രൂശീകരണം, കർത്താവിൻ്റെ അടക്കം, കർത്താവിൻ്റെ ഉയർത്തെഴുന്നേൽപ്പ്, കർത്താവിൻ്റെ രണ്ടാമത്തെ വരവിനായിട്ടുള്ള കാത്തിരിപ്പ്. ദ ക്രൈസ്റ്റ് ഇവൻറ്റ്. തുടക്കം മറിയാമിൽ ജഡം ധരിക്കുകയും തൊട്ട് നിൻ്റെ വരവിനായി ഞങ്ങൾ കാത്തിരിക്കുന്നു വരെ ഇത് മൊത്തം നമ്മൾ റീലിവ് ചെയ്യുകയാണ്. കർത്താവ് കൊരിന്ത്യർ ലേഖനം 11, യു പ്രൊക്ലെയിം ദ ലോർഡ്സ് ഡെത്ത് അൺടിൽ ഹി കംസ്. കർത്താവ് വരുവോളം അവൻ്റെ മരണത്തെ പ്രസ്താവിക്കുന്നു. ഏവെങ്കിലും ഒരാട് വായിച്ച വിശുദ്ധ യോഹന്നാൻ്റെ സുവിശേഷം 6-ാം അധ്യായം 53 54 വാക്യങ്ങൾ വളരെ വ്യക്തതയോടെ നമ്മോട് സംസാരിക്കുന്നതാണ്. ഇത് മനസ്സിലാക്കുവാൻ നമുക്ക് Unless you eat the flesh of the Son of Man and drink his blood, you have no life. നിങ്ങൾ മനുഷ്യപുത്രൻ്റെ മാംസം തിന്നുകയും അവൻ്റെ രക്തം കുടിക്കാതെയും ഇരുന്നാൽ നിങ്ങൾക്കുള്ളിൽ ജീവൻ ഇല്ല. എന്നിട്ട് വ്യക്തമായിട്ട് പറയുന്നു, എൻ്റെ മാംസം തിന്നുകയും കുടിക്കുകയും ചെയ്യുന്നവൻ നിത്യജീവൻ ഉണ്ട്. ഏറ്റവും അവസാനം പറയുന്നു, ഞാൻ ഒടുക്കത്തെ നാളിൽ അവനെ ഉയർത്തെഴുന്നേൽപ്പിക്കും. ഈ മാംസം തിന്നുകയും കുടിക്കുകയും ചെയ്യുന്നവന് മാത്രമേ നിത്യജീവൻ്റെ അവകാശമുള്ളൂ, അല്ലാത്തവനില്ല എന്ന വേദപുസ്തകം നമ്മെ ഓർപ്പിക്കുകയാണ്. ഇത് കുടിക്കുകയും തിന്നുകയും ചെയ്യുന്നവന് നിത്യജീവനുണ്ട്. ഞാൻ ഒടുക്കത്തെ നാളിൽ അവനെ ഉയർത്തെഴുന്നേൽപ്പിക്കുകയും ചെയ്യുമെന്നാണ് പറയുന്നത്. നാലാമത്, ഇറ്റ് ഈസ് എ ടൈം ഓഫ് റിന്യൂവൽ. കർത്താവിന് മുൻപാകെ നമ്മെ തന്നെ പുനർസമർപ്പിക്കുന്നൊരനുഭവം. 1 കൊരിന്ത്യർ 11:26 പറഞ്ഞു, ആസ് often as you eat this bread and drink this cup, you proclaim the Lord's death until he comes. നിങ്ങൾ ഈ അപ്പം തിന്നുകയും പാനപാത്രം കുടിക്കുകയും ചെയ്യുമ്പോഴൊക്കെയും, ആസ് ഓഫൻ, ഇത് വല്ലപ്പോഴും ചെയ്യാനായിട്ടുള്ളതല്ല, ഈസ്റ്ററിനും ക്രിസ്മസിനും മാത്രം കൈക്കൊള്ളുവാനായിട്ടുള്ളതല്ല. ഇത് പറഞ്ഞ ആസ് ഓഫൻ കുടിക്കുകയും ചെയ്യുമ്പോഴൊക്കെയും, ഇതെല്ലായ്പ്പോഴും ചെയ്തുകൊണ്ടേ ഇരിക്കേണ്ട ഒരു കാര്യമാണ്. 1 കൊരിന്ത്യർ 11:23 വാക്കുകളാണ് നമ്മുടെ തക്സായിൽ ഉപയോഗിച്ചിരിക്കുന്നത്. അവൻ അപ്പം എടുത്തു, സ്തോത്രം ചെയ്തു, നുറുക്കി നൽകി. He took bread, he gave thanks, he blessed, he broke and he gave.
കർത്താവിനോട് പ്രാർത്ഥിക്കുകയാണ്. കർത്താവേ, എന്നെ നീ നിൻ്റെ തൃക്കരങ്ങളിൽ എടുക്കണമേ. തൃക്കരങ്ങളിൽ ഞാൻ എന്നെ തന്നെ സമർപ്പിക്കുന്നു. നീ എന്നെ എടുക്കണമേ. നീ എന്നെ വാഴ്ത്തണമേ. നീ എന്നെ ഒടിക്കണമേ. നീ എന്നെ നുറുക്കണമേ. എന്നെ നുറുക്കി ഈ ലോകത്തിന് നന്മയ്ക്കായി എന്നെ നൽകണമേ. ഓ ലോർഡ്, യു ടേക്ക് മീ, യു ബ്ലെസ് മീ, യു ബ്രേക്ക് മീ, യൂസ് മീ ഫോർ ദൈ ഗ്ലോറി. ഇത് ചെയ്യുവാനായിട്ട് നമുക്ക് സാധിക്കും. അതുകൊണ്ട് അവൻ അപ്പം എടുക്കുന്നു എന്ന് പറയുമ്പോൾ ഓർക്കണം, കർത്താവേ, നീ എന്നെ എടുത്തോളണമേ. നിൻ്റെ തൃക്കൈകൾ എൻ്റെ എടുക്കണമേ. എന്നെ വാഴ്ത്തണമേ, എന്നെ നുറുക്കണമേ, എന്നെ നൽകണമേ. ലോർഡ്, ടേക്ക് മീ, ബ്ലെസ് മീ, ബ്രേക്ക് മീ ആൻഡ് യൂസ് മീ. വിശുദ്ധ കുർബാന മലങ്കര മാർത്തോമാ സുറിയാനി സഭയുടെ ഏറ്റവും കേന്ദ്രമായിട്ടുള്ള ഏറ്റവും അനുഗ്രഹിക്കപ്പെട്ട ഒരു കൂദാശയാത്ര. ഇതിൻ്റെ ആഴം അടുത്ത തലമുറയ്ക്ക് പറഞ്ഞു കൊടുക്കുവാൻ നമുക്ക് സാധിക്കും. റിമെമ്പർ, റിപ്പൻറ്റ്, റീലിവ് ആൻഡ് റിന്യൂ. ത്രിയേക ദൈവം നമ്മളോരുത്തരെയും അനുഗ്രഹിക്കട്ടെ. പ്രാർത്ഥിക്കാം. നിങ്ങളാരെങ്കിലും ഒരാൾ ശബ്ദം ഉയർത്തി പ്രാർത്ഥിച്ചാട്ടെ.